354 അല്ലേ? അതിൽ 34 35 അല്ലേ? 34 35 അല്ലേ? അങ്ങനെ കണ്ടൊരു ഓർമ്മ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين الله نور السماوات والأرض. അവിടെ നൂനിന് എന്താ ചെയ്യേണ്ടത്? അൻസൽന. നൂനിന് എന്താ ചെയ്യേണ്ടത്? ഇഖ്ഫാ ചെയ്യണം. എന്താ പറയാ? ഇഖ്ഫാ ചെയ്യണം. ഉച്ചരിക്കണം. വലഖദ് എന്ന ദാലിനെ ഇത് പിന്നെ എന്ത് ചെയ്യണം? അല്പം ശിദ്ധത്തോടു കൂടി, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, ശിദ്ധത്തോടു കൂടി ഉച്ചരിക്കണം, തഫീമായിട്ട് ഉച്ചരിക്കണം. അപ്പം എങ്ങനെ ഓതണം? വലഖദ് ഖാന്നാ പറയാ, ഖാന്നല്ല. വലഖദ്. പിന്നെ അൻസൽന, നൂനിനെ ഇഖ്ഫാ ചെയ്യുക. നാ എത്ര നീട്ടണം? 4 മുതൽ 6 വരെ നീട്ടാം. അപ്പം അൻസൽന ഇലൈക്കും, വീണ്ടും ഉച്ചരിക്കുക. പിന്നെ ആ മീമിനെന്താ ചെയ്യേണ്ടത്? ഇദ്ഹാർ ചെയ്താൽ മതി. പിന്നെ ആയാത്തിൻ നില തൻവീനോ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ആയാത്തിൻ മുബയ്യിനാത്തിൻ, ആയാത്തിൻ മുബയ്യിനാത്തിൻ. പിന്നെ മുബയ്യിനാത്തിൻ നില തൻവീനെ വീണ്ടും അതേപോലെ ചെയ്യണം. മുബയ്യിനാത്തിൻ വ മസലൻ. പിന്നെ മസലൻ നില തൻവീനെ വീണ്ടും എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. മസലം മിനല്ലദീന ഖലൗ. പിന്നെ മിൻ ഖബലിക്കും, അവിടെ ഇഖ്ഫാ ചെയ്യണം. പിന്നെ മൗഇലത്തൻ നില തൻവീനെയോ അവിടെ മണിക്കൽ വേണ്ട, എന്ത് ചെയ്താൽ മതി? ഇദ്ഗാം മാത്രം മതി. അപ്പം എങ്ങനെ ഓതണം? വ മൗഇലത്തൻ ലിൽ മുത്തഖീൻ. മുത്തഖീൻ നീട്ടേണ്ടത് 4 മുതൽ 6 കതിർ വരെ. പിന്നെ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അവിടെ പ്രത്യേകമായിട്ടൊന്നുമില്ല. അള്ളാഹു ഉച്ചരിക്കണം അവിടെ. കാരണം എന്തുകൊണ്ടാ? തുടക്കമായതുകൊണ്ട്, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. തജ്വീദ് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ആർക്കെങ്കിലും ഉണ്ടോ? നേരത്തെ പറഞ്ഞോളി. വലഖദ്, തീർച്ചയായും. അൻസൽന, നാം ഇറക്കി. ഇലൈക്കും, നിങ്ങൾക്ക്. ആയാത്തിൻ, ആയത്തുകളെ. മുബയ്യിനാത്തിൻ, വ്യക്തമാക്കി തരുന്ന ആയത്തുകൾ, അല്ലെങ്കിൽ വ്യക്തമായ ആയത്തുകൾ എന്ന് ചിലതിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാക്കി തരുന്ന ആയത്തുകൾ. വമസലൻ, ഉദാഹരണങ്ങളും. മിനല്ലദീന ഖലൗ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ഉദാഹരണവും വിശദീകരിച്ചിട്ടുണ്ട്. വമൗഇലത്തൻ, സതുപദേശവും. ലിൽ മുത്തഖീൻ, ഭക്തി ധർമ്മനിഷ്ഠ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള സതുപദേശവും നാം ഇറക്കിയിട്ടുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്.
അള്ളാഹു ആകാശഭൂമികളുടെ എന്താണ് പ്രകാശമാണ്. തിരിച്ചു വരിക, വലക്കത് അൻസൽന എന്ന് അള്ളാഹു താല പറയാനുള്ള കാരണം എന്താ? ആ വാവ് നേരത്തുള്ള ആയത്തിലേക്ക് അത്ഫ് ചെയ്യണ വാവാണ്, അല്ലെങ്കിൽ ഇസ്തിഗ്നാഫിൻ്റെ വാവ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു വാചകം തുടങ്ങാൻ വേണ്ടി പറയുന്ന വാവിനും അങ്ങനെയുള്ള വാവാണെന്ന് പറഞ്ഞവരുണ്ട്. അതെല്ലാം അത്ഫ് ചെയ്യും. അപ്പം എങ്ങനെ അർത്ഥം? ഒരർത്ഥം എങ്ങനെ എന്ന അർത്ഥം വരും. വലക്കത് അൻസൽന, തീർച്ചയായും നാം നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. മറ്റൊരർത്ഥം അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. രണ്ടും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ അൻസൽന ആയാത്തിൻ, ആയാത്തിൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. പിന്നെ ആയത്തിനെ പറ്റിയൊരു വർണ്ണന എന്താ കൊടുത്തത്? മുബയ്യിനാത്തിൻ, ആയത്തുകൾ വ്യക്തമാക്കി തരുന്നു. എന്താ വ്യക്തമാക്കി തരുന്നത് അവിടെ പറഞ്ഞിട്ടില്ല. 7 ഖുർആഇങ്ങളുള്ള ഓത്തിൽ ചില ഖുർആഇങ്ങൾ എങ്ങനെ ഓതിയിട്ടുണ്ട്? മുബയ്യിനാത്തിൻ. നിങ്ങളെ ഖുർആനിലൊക്കെ എങ്ങനെ? യാവിനെന്താ അക്ഷരം നോക്കിയാണ്? കെസർ അല്ലേ? കെസറില്ലേ? എന്നാൽ ചില ഖുർആനിൽ മുബയ്യനാത്തിൻ എന്നുണ്ടാവും. 2 ഖിറാത്തുണ്ട്. എന്താ അർത്ഥ വ്യത്യാസം? മുബയ്യിനാത്തിൻ എന്ന് പറയുമ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ വിശദീകരിച്ച് തരുന്നു. 2 മുബയ്യനാത്തിൻ എന്ന് പറയുമ്പോഴോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകളുടെ ഉദ്ദേശം വിവരിച്ചു തരുന്നു എന്നതാണ്. രണ്ടും ചെറിയ വ്യത്യാസം അവിടെയുണ്ട്. അപ്പം നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കാം, മുബയ്യിനാത്തിൻ എന്നും കാണാം, മുബയ്യനാത്തിൻ എന്നും കാണാം. ഈ 2 ഹറക്കത്തും കാര്യങ്ങൾ ഓതിയിട്ടുണ്ട്. രണ്ടിനും ചെറിയ അർത്ഥവ്യത്യാസം വരും. ഇനി ആയാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ആയത്തുകൾ തന്നെയാണ്. ആ ഖുർആനിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് അള്ളാഹു താല വിശദീകരിച്ചിട്ടുള്ള മുബയ്യിനാത്ത് എന്നാണ്. ആ മുബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള ആയത്തുകൾ എന്നാണ് ഒരർത്ഥം. പിന്നെ മറ്റൊരർത്ഥം, നമുക്ക് ആവശ്യമായ, മനുഷ്യർക്ക് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. അത് ഉസൂലിയായ കാര്യങ്ങളാവട്ടെ, ഫുറൂഇയായ ശാഖാപരമായ കാര്യങ്ങളാവട്ടെ, അടിസ്ഥാനപരമായ കാര്യങ്ങളാവട്ടെ, അതൊക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്ന അർത്ഥത്തിന് മുബയ്യിനാത്തിൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റൊന്ന്, വിശദീകരിച്ച് മുബയ്യിനാത്ത് എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു സൂചനയും കൂടിയുണ്ട്. ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്ക് യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധം, എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പത്തിന് സംശയമില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ പറയാം വമസലൻ. മസലൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പൂർവിക സമുദായത്തിൻ്റെ ചില വാർത്തകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർവിക സമുദായത്തിൽ നല്ലവരുണ്ട്, പിന്നെ ചീത്ത പ്രവർത്തിച്ചവരുണ്ട്. അവരുടെ സ്വഭാവവും അവരുടെ ജീവിത രീതിയും, അവർക്ക് അള്ളാഹുവിനനുസരിച്ചപ്പോൾ അവർക്ക് വന്ന നന്മയും അള്ളാഹുവിനനുസരിക്കാതെ ഇരുന്നപ്പോൾ അവർക്ക് വന്ന ശിക്ഷയും, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം പൂർവികരായ ആളുകളുടെ ഉപമകൾ, ഉദാഹരണങ്ങൾ ഒക്കെ വിശുദ്ധ ഖുർആനിൽ, കഥകൾ, അവർക്ക് സംഭവിച്ച സംഭവങ്ങൾ, അതൊക്കെ വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചത് കൊണ്ടാണ് വമസലം മിനല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് വമൗഇളതൻ. അതിൽ സതുപദേശമുണ്ട്. ആർക്കാ സതുപദേശം? ലിൽ മുത്തഖീൻ. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഈ സതുപദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ? സതുപദേശത്തിൽ ചില വാഗ്ദാനങ്ങൾ ഉണ്ടാവും, ചില മുന്നറിയിപ്പുകൾ ഉണ്ടാവും, ചില പ്രോത്സാഹനങ്ങൾ ഉണ്ടാവും, ചില ഭീഷണികളുണ്ടാവും. ഒക്കെ സതുപദേശമാണ് അല്ലേ? അപ്പം അതിൽ വിശുദ്ധ ഖുർആനിൽ ചില ഭീഷണി നൽകുന്ന, മുന്നറിയിപ്പ് നൽകുന്ന രൂപത്തിലുള്ള ആയത്തുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇന്നത് ചെയ്താൽ അതിനെ പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലുള്ള ആയത്തുകളുണ്ട്.
വിശുദ്ധ ഖുർആനിൽ മുന്നറിയിപ്പിൻ്റെ ആയത്തുണ്ട്, വാഗ്ദാനത്തിൻ്റെ ഇന്നത് ചെയ്താൽ സ്വർഗം കിട്ടും, ഇന്നത് ചെയ്താൽ നരകമാണ് ലഭിക്കുക എന്നീ രൂപത്തിലുള്ള ആയത്തുകളൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പം അള്ളാഹു ഇവിടെ ഇപ്പോൾ ഈ ആയത്ത് ഇവിടെ കൊണ്ടുവരാനൊരു സൂത്രമുണ്ട്. ഇതുവരെ ഇപ്പം നമ്മൾ വിശുദ്ധ ഖുർആനിൽ എന്ത് വിശദീകരിച്ചാണ് ഈ ആയത്ത് വരെ? വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനുള്ള പിന്നെ ഹദ്, ശിക്ഷാ നിയമം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. പരസ്പരം ശപിച്ചാലുള്ളത്, ഒരു വീട്ടിലേക്ക് എങ്ങനെ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഹക്കാമുകൾ, നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ശരീഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തു നൂറിൽ ഇതുവരെ വിശദീകരിച്ചിട്ടുള്ളത്. അതിന് അല്ലാഹു തആല ഒരു വാല് കൊടുക്കണം. എന്താ ഈ വാല് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഒരു ലേഖനം എഴുതിയ ഒരു അടിക്കുറിപ്പ് കൊടുക്കൂലേ? അടിക്കുറിപ്പ് കൊടുക്കും. എന്തിനാ ഈ അടിക്കുറിപ്പ് കൊടുക്കുന്നത്? സെയില് എന്നാണ്, തസീൽ എന്നാണ് അതിന് അറബി ഭാഷയിൽ പറയാൽ. എന്തിനാ നമ്മൾ ഒരു ലേഖനത്തിന് അടിക്കുറിപ്പ് കൊടുക്കുന്നത്? എന്തിനാ? മാത്രമല്ല അടിക്കുറിപ്പ് കൊടുക്കണം എന്താ? എന്തെങ്കിലും ആശയക്കുഴപ്പമോ ഡൗട്ടോ ഉണ്ടെങ്കിൽ അത് നികത്താനും ഉള്ള കാര്യത്തെ ഒന്നുകൂടി വരിഞ്ഞു കെട്ടാനാണ് എന്ത് ചെയ്യണത്? ആരും തെന്നിമാറിപ്പോവണ്ട, അതിൻ്റെ അകത്തന്നെ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു ലേഖകൻ അടിക്കുറിപ്പ് കൊടുക്കുന്നത്. അതിന് അറബി പറയാ തസീൽ. ഇതേപോലെ മുൻ പറഞ്ഞ ഒരുപാട് പിന്നെ ശിക്ഷാ നിയമങ്ങളും ഒരുപാട് മനുഷ്യൻ പാലിക്കേണ്ട ചില നിയമങ്ങളുമൊക്കെ ഇതുവരെ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. മനുഷ്യരത് ജീവിതത്തിൽ പകർത്തുന്ന അത്ര ശക്തിയായ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം. അപ്പം ഇതുവരെ പറഞ്ഞ ആയത്തുകളുമായി ബന്ധപ്പെട്ടതാണേത്? വലഖദ് അൻസൽനാ ആയാത്തിൻ മുബയ്യിനാത്തിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ആയത്ത്. ഇനി അള്ളാഹ് പറയാം, അല്ലാഹു നൂറുസ്സമാവാത്തി വൽ അർദ്. എന്താ ഈ നൂറ് അറിയണത്? അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ്. എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ? അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. ഇതുവരെ എന്താ ഇപ്പോൾ ഇതുമായിട്ടൊരു ബന്ധം? ഇതുവരെ വ്യഭിചാരത്തിൻ്റെ നിയമം, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഹദ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള വർത്താനം, ആരോപണം പറയുക, പിന്നെ പരസ്പരം ശപിക്കുക, അതേപോലെ തന്നെ ഹദീസുൽ ഇഫ്ക്, ആരോപണ വാർത്ത, ആയിഷ ബീവിയുടെ പേരുള്ള ആരോപണ വാർത്ത, ഒരു വീട്ടിലേക്ക് എങ്ങനെ കടക്കണം, അതിൻ്റെ ആദാബുകൾ, കണ്ണ് താഴ്ത്തൽ, കണ്ണ് ചിമ്പൽ, ഇങ്ങനെയുള്ള പിന്നെ ഇത്തരം കാര്യങ്ങളാണല്ലോ ഇതുവരെ വിശദീകരിച്ചു വന്നത്, അല്ലേ? ഇത് ആയത്ത് എത്രാമത്തെ ആയത്താണത്? 34-ാമത്തെ ആയത്ത് ഇതുവരെ വിശദീകരിച്ചു വന്ന അതാണ്. ഇനി അള്ളാഹു അതിനോട് മാറ്റിയിട്ട് അള്ളാഹു നൂറുസ്സമാവാത്ത് എന്ന് പറഞ്ഞു തുടങ്ങണം. ഇതിനൊരു കാരണമുണ്ട്. എന്താ അതിലുള്ള ഹിക്മത്ത് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ ആയത്തുകളൊക്കെ മനുഷ്യൻ്റെ ദേഹേച്ഛ എന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദേഹേച്ഛ എന്ന് പറയുന്നത് എന്താ? അത് പെട്രോൾ പോലെയാണ്. ഈ ദേഹേച്ഛ പെട്രോൾ പോലെയാണ്. അത് അതിൻ്റെ ശരിയായ ചാനലിലൂടെ ഇങ്ങനെ ഒഴുകിയാൽ വളരെ സുഖമാണ്. ആ ചാനൽ മാറി പെട്രോൾ റോട്ടിൽ പിന്നെ മറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ചെറിയ തീപ്പൊരി കൊണ്ട് എന്തുണ്ടാവും? കത്തിപ്പിടിക്കും, അല്ലേ? വലിയ അപകടം ഉണ്ടാവും. ചെറിയ കാര്യം കൊണ്ട് വലിയ അപകടം ഉണ്ടാവും. ഇതേപോലെയാണ് മനുഷ്യൻ്റെ അകത്തുള്ള ശഹ്വത്ത് എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ ചില ആളുകൾ ചെറിയ കാര്യത്തിന് എന്താവും? വലിയ യുദ്ധം ഉണ്ടാക്കുമല്ലോ, വലിയ കച്ചറുണ്ടാക്കും. കച്ചറുണ്ടാക്കി എന്ത് ചെയ്യും? ചിലപ്പോൾ പിന്നെ തൊലാക്ക് വരെ സംഭവിക്കും. കുടുംബജീവിതമൊക്കെ ആണെങ്കിൽ ചെറിയ കാര്യത്തിന് വലിയ സംഭവങ്ങൾ. ഇതെന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ശഹ്വത്തിനെ മനുഷ്യന് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അപ്പം ഇതുവരെ പറഞ്ഞ വ്യഭിചാരം ശഹ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആരോപണം ശഹ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആദാബ് ശഹ്വത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതുവരെ പറഞ്ഞത് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ആ ഇന്ധനം അഥവാ ശഹ്വത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരേ രൂപത്തിലാവില്ല, പലരും പല രൂപത്തിലാവും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പിന്നെ ഭാര്യയായ ആയിഷ ബീവിയെപ്പോലും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളായ ആയിഷ ബീവിയെപ്പോലും ആരോപണം പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിങ്ങനെ ചൂടായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ? ഏതൊരാൾക്കുണ്ടാവും. അപ്പം ആ ചൂടായ പിന്നെ റൈസായ അവസ്ഥയിൽ നിന്ന് അള്ളാഹു തആല അവരെ തണുപ്പിക്കാനുള്ള അവരോടൊരു കനിവ്, അവരെ ആ കനിവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു റൂട്ട് തെളിയിക്കാണിത് അള്ളാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞാൽ ആ സത്യവിശ്വാസത്തിലൂടെ മാത്രമേ ഇങ്ങനെ പിന്നെ ഉയർന്നു നിൽക്കുന്ന, ചൂടേറി നിൽക്കുന്ന മനസ്സിനെ തണുപ്പിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? വിശ്വാസത്തിന് മാത്രമേ, ആദർശത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ? ശരിയായ വിശ്വാസത്തിന് മാത്രമേ മനുഷ്യ മനസ്സിനെ ശമിപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇതുവരെ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത ആയത്ത് അള്ളാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞു. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള ആരോപണമൊക്കെ കേട്ട് അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ പിന്നെ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടുള്ള ആയത്തുകളൊക്കെ ഇറങ്ങിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തായി? ഉമ്മത്ത് മുഹമ്മദിനും എന്തായി? അബൂബക്കർ റളിയല്ലാഹുവിനൊക്കെ സമാധാനം ലഭിച്ചു. അപ്പം ആ സമാധാനം ലഭിക്കാനുള്ള മാർഗമാണിത് അള്ളാഹു നൂറു സമാവാത് എന്ന ആ ആയത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചു. എന്താ ഈ നൂറ് എന്ന് ശരിക്കും നമ്മൾ പറയുന്നത്? നൂറ് എന്ന് പറയണ എന്താ? നൂറ് എന്ന് പറയണ എന്താ? നൂറുണ്ടോ ഇവിടെ? ഇല്ല. എന്താ ഈ നൂറ് എന്ന് അറിയണത്? ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? നൂറ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അത് ദാത്തിൽ പ്രകാശമുള്ളതാ. ശരിക്ക് ദാത്തിൽ അതിൻ്റെ സത്തയിൽ പ്രകാശമുള്ളതാ. പിന്നെ ആ പ്രകാശം മറ്റൊരാൾക്ക് കൊടുക്കും ചെയ്യും. അങ്ങനെയുള്ള പ്രകാശത്തിനാണ് എന്ത് പറയുക? നൂറ് എന്ന് പറയാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ദാത്തിൽ പ്രകാശമുണ്ട്, ആ പ്രകാശം മറ്റൊരാൾക്ക് ലഭിക്കും ചെയ്യും. അങ്ങനെയുള്ള പ്രകാശത്തിന് എന്ത് പറയാൻ പറ്റുള്ളൂ? നൂറ് എന്ന് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹു തആല പറഞ്ഞപ്പോൾ ഈ ഒരു പദപ്രയോഗമാണ് അള്ളാഹു നൂറു സമാവാതി വൽ അർദ് അല്ലേ? ഇനി പ്രകാശം ഒന്നുകൂടി ആലോചിച്ച് നോക്കി നിങ്ങൾ. പിന്നെ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താ? ലോകത്ത് ഇത്ര സ്പീഡിൽ ഓടണ മറ്റേതെങ്കിലും ഉണ്ടോ? ആലോചിച്ച് നോക്കി. ഏതെങ്കിലും കുതിര ഓടോ? നമ്മളോടോ? വാഹനം ഓടോ? ഒന്നും ഓടൂല അല്ലേ? ഏതെങ്കിലും ഫ്ലൈറ്റ് ഓടോ? ഇല്ല. പ്രകാശത്തിൻ്റെ വേഗതയിൽ ഓടണ ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡിൽ എത്ര ലക്ഷമാണ്? 3 ലക്ഷമാണെന്ന് എൻ്റെ ഓർമ്മ അല്ലേ? ഒരു സെക്കൻഡിൽ ഒക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. 3 ലക്ഷത്തിലധികം അല്ലെങ്കിൽ 3 ലക്ഷം അത്രയും കിലോമീറ്റർ അത് പിന്നെ സ്പീഡിൽ ഒരു സെക്കൻഡിൽ ഓടും. അങ്ങനെയുള്ള ആ പ്രകാശമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞെടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരർത്ഥതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളാവുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനൊക്കെ പ്രകാശപൂരിതമാക്കിയത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതിന് തെളിവെന്താ? ഇങ്ങനെ കാണാം, അല്ലാഹുമ്മ ലക്കൽ ഹംദ്. പ്രവാചകന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും. അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിയന്താവ്, ജഗന്നിയന്താവ് പടച്ചവനെ നീയാണ്. വമൻ ഫീഹിമ, ആ ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരുടെയും. വലക്കൽ ഹംദ്, അള്ളാഹുവെ നിനക്കാണ് സ്തുതി. ലക്കൽ മുൽക്കുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിൽ ഉള്ളതിൻ്റെയും അവയിലുള്ളതിൻ്റെ കാധിപത്യവും പടച്ചവനെ നിനക്കാണ്. വലക്കൽ ഹംദ്. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട് അള്ളാഹു നൂറു അൻത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അൻത നൂറു സമാവാതി വൽ അർദി വമൻ ഫീഹിന്ന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രപഞ്ചത്തിന് പ്രകാശം നൽകിയിട്ടുള്ളത് എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഇനി ആകാശഭൂമികളെയും പ്രപഞ്ചത്തെയും ഒക്കെ പ്രകാശപൂരിതമാക്കിയത് അള്ളാഹുവാണ് അല്ലേ? ഇവിടെ ഇപ്പം നമുക്ക് പ്രകാശം കിട്ടണ എന്തൊക്കെയുള്ളത്? എല്ലാത്തിലും നമുക്ക് പ്രകാശമുണ്ട്. സൂര്യൻ, പിന്നെന്താ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അല്ലേ? എല്ലായിടത്തും നമുക്ക് എന്ത് ലഭിക്കണ്ടേ? എല്ലാത്തിലും നമുക്ക് പ്രകാശം ലഭിക്കണ്ടേ. അപ്പോൾ അതിനൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്?
എല്ലാത്തിനും പ്രകാശം നൽകുന്ന ഈ പ്രപഞ്ചത്തിൽ മുഴുക്കെ പ്രകാശം പരത്തിയതാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ പ്രപഞ്ചത്തിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് പിന്നെ പ്രവാചകന്മാരും വേദഗ്രന്ഥവും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അടങ്ങുന്ന വേദഗ്രന്ഥമൊക്കെ. ആ വിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പ്രകാശം നൽകുന്നുണ്ട്. എന്താ തെളിവ്? അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ. അല്ലാഹ് പറയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അല്ലാഹു അത്രേ, അവന് സർവസ്വതിയും. എന്നിട്ട് ഇരുട്ടുകളെയും പ്രകാശത്തെയും സൃഷ്ടിച്ചു ഉണ്ടാക്കി വെച്ചു അല്ലാഹു. സുമ്മല്ലദീന കഫറു ബി റബ്ബിഹിം യഅദിലൂൻ. എന്നിട്ടും അവിശ്വാസികളായ ആളുകൾ പിന്നെ അള്ളാഹുവിന് തുല്യന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രകാശവും ഇരുട്ടും ഒക്കെ ആരുണ്ടാക്കി വെച്ചതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പം അവിടെ അള്ളാഹു നൂറു സമാവാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെ പ്രകാശം നൽകിയത് അള്ളാഹുവാണ് എന്നൊരർത്ഥം. പിന്നെ കാണാം വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞെടുത്ത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. സൂറത്ത് കഹ്ഫിലെ 1-ാമത്തെ വചനം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ അടിമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദഗ്രന്ഥം നൽകിയത് അള്ളാഹു അത്രേ, അവന് സർവസ്വതിയും. അതിന് യാതൊരു വക്രതയും അള്ളാഹു തആല വെച്ചിട്ടില്ല. അവിടെയും ആ വിശുദ്ധ ഖുർആനിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ് എന്നുള്ളത്. അപ്പോൾ എന്ത് പ്രകാശം അപ്പം നമുക്ക് ഈ ഖുർആൻ നൽകേണ്ടത്? പ്രകാശം ഇപ്പോൾ ഇതേപോലെ ലൈറ്റ് ഇങ്ങനെ കത്തിക്കേണ്ടപ്പോൾ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള റൂട്ട് തിരിച്ചു തരികയാണ് അല്ലേ? ഇനി ആലോചിച്ച് നോക്കുങ്ങളെ, പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഏതൊരു വസ്തുവും, നമ്മൾ കാണുന്ന വസ്തു നമുക്ക് ചിലപ്പം നല്ലതാണെന്ന് തോന്നും. എന്നാൽ ആ നല്ലതാണെന്ന് തോന്നുന്ന വസ്തു ചിലപ്പോൾ എന്താവും? നമുക്ക് ഭയങ്കര ആൻറ്റി ആയിക്കാരം, ശത്രു ആയിക്കാരം നമ്മളെ അല്ലേ? മൂർഖൻ പാമ്പിനെ എങ്ങനെ കാണുമ്പം എന്തൊരു മിനുസാണ് അതിന് തൊടാൻ. അതിൻ്റെ ആ ശരീരത്തിലുള്ള ആ വരകളും കുറികളും ഇങ്ങനെയുള്ള കുറേ ആർട്ട് കണ്ടില്ല നിങ്ങളതിന്? എന്തൊരു സുന്ദരമായിട്ടാണ് അള്ളാഹു അതിനെ സൃഷ്ടിച്ചത്. വളഞ്ഞു പൊളഞ്ഞിങ്ങനെ പോണാൽ ഒരു പിന്നെ തിരമാല പോണത് പോലെ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോണ കാണാൻ എന്തൊരു സുന്ദരമാണ്. പക്ഷേ നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ സുന്ദരമാണ് എന്ന് കാണുന്ന ആ ജന്തു, ആ മൂർഖൻ പാമ്പ് അല്ലെങ്കിൽ അത്തരം ജന്തുക്കൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? വിഷമുണ്ട്. നമുക്ക് പറ്റുമോ? ഇല്ല, നമുക്ക് നേരെ എതിരാണ്. ആ വിഷം ഒരു പക്ഷേ നമ്മളെ കൊന്നുകളയും. അതുകൊണ്ടാണ് ഒരു കവി ഭാഷയിൽ ഇങ്ങനെ കാണാം, തറർ റജുലൻ നഹീഫ ഫതസ്ദരീഹി വഫി അസ്വാബിഹി അസദും മസീറുൻ. എന്താ അതിൻ്റെ അർത്ഥം? ആരും പഠിച്ചണോ? തറർ റജുലൻ നഹീഫ, കണ്ടാ മെരിഞ്ഞൊട്ടിയൊരു മനുഷ്യനായിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓനെങ്ങനെ പുച്ഛിക്കുക, തേങ്ങ അയച്ച് കാറ്റടിച്ചാൽ പറഞ്ഞ എൻ്റെ പിന്നെ ഈ മുള്ളും എന്താ കോഴിക്കാലും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കളിയാക്കല്ലേ? അങ്ങനെ ചിലപ്പോൾ തടിയില്ലാത്ത ആളുകളെ നമ്മളിങ്ങനെ കളിയാക്കും. പക്ഷേ അവൻ്റെ വസ്ത്രത്തിൻ്റെ അകത്ത് ഗർജിക്കുന്ന സിംഹം കിടന്നുറങ്ങുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള ചില ആളുകളുണ്ടാവില്ലേ? കാണാനൊന്നും ഉണ്ടാവില്ല, പക്ഷേ അകത്ത് എന്തുണ്ടാവും? രണ്ടർത്ഥമാണ് അതിന്. പിന്നെ കവിത വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് ആ വസ്ത്രത്തിൻ്റെ അകത്ത് ഗർജിക്കുന്ന സിംഹമുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പേടിക്കേണ്ട ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ജന്തുവാണ് ആര്? ആ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതേപോലെ മൂർഖൻ പാമ്പിനെ കാണുമ്പോഴും ഇത് നമ്മെ പഠിപ്പിക്കണ ഒരിതുണ്ട്. മനുഷ്യൻ്റെ ഈ മൂർഖൻ പാമ്പിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ നല്ലതാണെന്ന് തോന്നുന്ന ഇത്തരം ആളുകളെ പോലെ ആ ആളുകളുടെ പിന്നെ ആളുകളേതാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദുനിയാവിലുള്ള ഒരുപാട് ഷഹ്വാത്തുകളുണ്ടാവും. നമ്മളെപ്പോഴും അവിടെ നടന്ന ഒരു സ്ത്രീയിൽ എങ്ങനെ പോകുന്നുണ്ടാവും. നമ്മളെ ഷഹ്വത്ത് എന്താ ചെയ്യുക? അങ്ങോട്ട് നോക്കണം നമുക്ക് അല്ലേ? പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന, നമ്മളെ ആ ജോലിയിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിലുള്ള രംഗങ്ങളാണ് എവിടെ കടന്നു പോകുമ്പോഴും നമുക്ക് കാണാനുള്ളത് ദുനിയാവിൽ അല്ലേ? അപ്പം ആ ദുനിയാവിൽ ഇത്തരം ഷഹ്വാത്തുകളുടെ പിന്നാലെയാണ് അധിക മനുഷ്യരും പോണത്.
നമ്മൾ വിചാരിക്കും ഓലൊക്കെ നല്ല സുഖ ജീവിതം നയിക്കാണ്. ഓനെന്തൊരു സുഖാണ്, പണത്തിന് പണം അല്ലേ, അതോടൊപ്പം കള്ളു കുടിക്കുന്നുണ്ടാവും. ഓന് പിന്നെ വ്യഭിചാരശാല തുടങ്ങിയിട്ട് എന്തുണ്ടാവും, വേശ്യാവൃത്തി തുടങ്ങിയിട്ട് കണ്ടമാനം ദീനാറ് സമ്പാദിക്കുന്നുണ്ടാവും. ഓൻ കേക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കുന്നു, ഓനല്ല സുഖ എന്ന് നമ്മളിങ്ങനെ പറയും. പക്ഷേ ഈ മൂർഖൻ പാമ്പിനെ പോലെയാണ് യഥാർത്ഥത്തിലവൻ. കാണുമ്പോൾ നമുക്കെന്താ, ബാഹ്യമായി കാണുമ്പോൾ എന്താ നല്ലതാണെന്ന് ഇങ്ങനെ തോന്നും, പക്ഷെ അകത്തെന്താണ്, വിഷമായിരിക്കുന്നു. ഇതേപോലെയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞതനുസരിക്കാതെ ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മൂർഖൻ പാമ്പിനെ പോലെയാണ്, ഈ മൂർഖൻ പാമ്പിനെ പോലെ. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ ശറഅാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യണത്, നമുക്ക് മാർഗദർശനം നൽകുന്ന ആ പ്രകാശം എന്ന് പറയുന്നത്. അല്ലാതെ ദുനിയാവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ബാഹ്യമായി നല്ലതാണെന്ന് തോന്നും. പിന്നെ ഇനി ഒരു മനുഷ്യൻ ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓന് ദുനിയാവിലും പരലോകത്തിലും രക്ഷ ഉണ്ടാവുന്ന. ഇതുപോലെ ഈ മൂർഖൻ പാമ്പിൻ്റെ അകത്ത് വിഷമുണ്ട് എന്ന് ശരിക്കും അതിൻ്റെ ഹക്കീക്കത്ത് മനസ്സിലാക്കിയ പിന്നെ ഓൻ അതിനെ പിടിക്കാൻ പോവോ? ഇല്ല. അപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയും ഹക്കീക്കത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ഹക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുനിയാവിലും ഓന് രക്ഷയാണ്, പരലോകത്തും രക്ഷയാണ്. ഹക്കീക്കത്ത് മനസ്സിലാക്കാതെ, ഹക്ക് മനസ്സിലാക്കാതെ ജീവിച്ചാൽ ദുനിയാവിലും ഓന് കഷ്ടപ്പാടാണ്. നമ്മൾ ഭാഗ്യമായിട്ട് ഓന് നല്ല സുഖാണെന്ന് തോന്നും അല്ലേ, ഭാഗ്യമായിട്ട് നല്ല സുഖാണെന്ന് തോന്നും, ഓന് ദുനിയാവിലും കഷ്ടപ്പാടാണ്. പിന്നെ പരലോകത്ത് അതിനേക്കാൾ വലിയ കഷ്ടപ്പാടായിരിക്കുന്ന. ഇനി ഈ പ്രകാശം കിട്ടിയ ഒരാൾ, അയാൾ മുന്നോട്ട് ചലിക്കുമ്പോൾ അയാളുടെ ഓരോ ചലനത്തിലും എന്തുണ്ടാവും, ഒരു പിന്നെ കൃത്യത ഉണ്ടാവും. വേണ്ടാതെ അയാൾ കാലടി മുന്നോട്ട് വെക്കൂല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പിന്നെ വളഞ്ഞു പൊളഞ്ഞ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവുക, ഒരുപാട് കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, പിന്നെ ചെരിവുണ്ട്, വളവുണ്ട്, യൂട്ടേനുണ്ട്, അതേപോലെ തന്നെ എന്താ വയനാടിൻ്റെ എന്താ പറയലേന്, ചുരമുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ പോവുക. ലൈറ്റ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ലൈറ്റ് ഇല്ലെങ്കിൽ എന്താ, മറിഞ്ഞിട്ടിയാട് പോകും അല്ലേ, വണ്ടി നേരെ പോവോ? ഇല്ല, ഉറപ്പാ അപകടം ഉണ്ടാവും. വണ്ടി നേരായിട്ട് പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ കഴിയില്ല അല്ലേ. ആലോചിച്ച് നോക്കി നിങ്ങൾ, ദുനിയാവ് അതേപോലെയാണ്. ഇവിടെ ഒരുപാട് വളവും ചെരിവും ചുരവും പ്രയാസവും ബുദ്ധിമുട്ടും. നമ്മളെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുമെങ്കിൽ എന്തിനാ അപ്പം നമ്മളൊക്കെ പാടെ ഈ റൂമിൽ എത്ര വലിയ 2-3 തട്ടുള്ള ബിൽഡിങ്ങിലോ അപ്പം ഇരിക്കണതൊക്കെ അല്ലേ, 2 വീട് 4 വീടില്ലോലൊക്കെ അപ്പം ഇരിക്കണത്. എന്നിട്ട് ഈ റൂമിൽ ഇങ്ങനെ ഡിസായി കുടുങ്ങി വളഞ്ഞ് ചെരിഞ്ഞ് കാലിട്ടാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കണം നമ്മൾ. ആ കഷ്ടപ്പാടൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ. മുട്ടോനൊക്കെ അസുഖമുള്ളവർക്ക് കാലിട്ടാൻ കൂടി ഇവിടെ വയ്യ. അപ്പം ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാടൊക്കെ ദുനിയാവിലുണ്ടാവും, അവിടെ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള ആ പ്രകാശം കിട്ടിയാൽ ഏത് കഷ്ടപ്പാടിലും, ഏത് വളവിലും, ഏത് തിരിവിലും, ഏത് ചുരം നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടായാലും അവിടെ നമുക്ക് രക്ഷ ഉണ്ടാവും. ഈ പ്രകാശം കിട്ടിയിട്ടില്ലെങ്കിലോ നമ്മൾ എത്ര സൗകര്യം ഉണ്ടായിട്ടും കാര്യമില്ല, 4-5 ബിൽഡിംഗ് ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മളെന്താവും, ഇന്നല്ലെങ്കിൽ നാളെ കഷ്ടപ്പെടും. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പ്രകാശം, അള്ളാഹുവിൻ്റെ പ്രകാശം, സത്യവിശ്വാസത്തിൻ്റെ പ്രകാശം, ഹിദായത്തിൻ്റെ പ്രകാശം, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യർക്കൊക്കെ അള്ളാഹു തആല ഹിദായത്തിൻ്റെ പ്രകാശം നൽകുന്നതിനാണ് അത് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി ഈ പ്രകാശം കിട്ടിയ ഒരാൾ, അയാൾ ഇപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാടാണ് അല്ലേ. ആദ്യം കൊണ്ടുപോയിട്ട് എവിടെ ഇട്ടു? ബാപ്പൻ്റെ അടുത്ത് നിന്ന് പിന്നെ മറ്റോരുമല്ല സഹോദരന്മാരുമെല്ലാം തട്ടി മെല്ലെ കൊണ്ടുപോയി കിണറ്റിലിട്ടു. കഷ്ടപ്പാട്. അതും കഴിഞ്ഞിട്ടോ കൊണ്ടുപോയി വിറ്റു. പിന്നെ അവിടെയും കഷ്ടപ്പാട്. കുറച്ചൊക്കെ വളർന്നപ്പം എന്തായി, പിന്നെ പ്രഭുവിൻ്റെ ഭാര്യ
അസീസ് രാജാവിൻ്റെ ഭാര്യ സുലൈഖൻ്റെ അടുത്തെത്തി. സുലൈഖ എന്താ പറഞ്ഞത്? ആ ഹൈത്തലഖ്, ഇങ്ങോട്ട് വാ, വേണ്ടാവൃത്തിക്ക് വിളിച്ചു അല്ലേ? വിശുദ്ധ ഖുർആൻ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വറാവദത്തുഹുല്ലതി ഹുവ ഫീ ബൈതിഹാ, ഏതൊരുവളുടെ വീട്ടിലാണോ യൂസുഫ് നബി അലൈഹി സ്വലാം ഉള്ളത്, ആ പ്രഭു എന്ന് പറഞ്ഞാൽ ആ ഭാര്യ സുലൈഖ അവനെ വശീകരിച്ചു. അന്നഫ്സി, എന്നിട്ട് പറഞ്ഞു വകല്ലക്കത്തിൽ, അപ്പോൾ വാതിലുകളൊക്കെ ഗേറ്റൊക്കെ കൊട്ടിയടച്ചു. വക്കാലത്ത്, എന്നിട്ട് പറഞ്ഞു ആ പ്രഭുവിൻ്റെ ഭാര്യ സുലൈഖ പറഞ്ഞു ഹൈത്തലഖ്, ഇങ്ങോട്ട് വാ. കാല, അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞെന്താ? മഅദല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു. ഇന്ന റബ്ബി അഹ്സന മസ്വായ, എൻ്റെ രക്ഷിതാവ് എൻ്റെ താമസ സ്ഥലം എത്ര ക്ഷേമമാക്കി തന്നിരിക്കുന്നു. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നാര് പറയാണ്? ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യാനുള്ള ഒരു സുവർണാവസരാണത് അല്ലേ? ആരാ വിളിച്ചത്? സാധാരണ ഒരു പെണ്ണല്ല. സാധാരണ പെണ്ണാണോ? അല്ല, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ പത്നിയാണ് വിളിക്കുന്നത്. അപ്പം എന്തായാലും ദുനിയാവിലെല്ലാം കിട്ടും. അത് ചെയ്തു കൊടുത്താൽ എന്ത് കിട്ടും? ദുനിയാവിൽ എത്രയും കിട്ടും. അങ്ങനെയൊക്കെയുള്ള അവസരം ഉണ്ടായിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം എന്ത് ചെയ്തില്ല? ആ തെറ്റ് ചെയ്തില്ല, ആ ശഹ്വത്തിന് വഴങ്ങിയില്ല. അവിടെ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന ആ വിശ്വാസമാകുന്ന ആ പ്രകാശം കൊണ്ട് ആ തെറ്റിനെ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മഅസിയത്തിനെ പിടിച്ച്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മളിൽ പലർക്കും ഇത്തരത്തിലുള്ളതോ അതുപോലുള്ളതോ ആയ എത്രയോ അവസരങ്ങൾ, സുവർണാവസരങ്ങൾ നമുക്ക് കിട്ടാറില്ലേ? എന്നിട്ട് നമ്മളിൽ എത്ര പേരത് ചെയ്യാതിരിക്കുന്നുണ്ട്? വളരെ കുറച്ച് പേര് മാത്രം. ബാക്കിയുള്ളവരൊക്കെ ആ വലയിൽപ്പെടും. ആ കുറച്ച് പേർക്ക് മാത്രമേ അല്ലാഹു നൂറുസ് സമാവാത്ത് എന്നുള്ള ആ പ്രകാശം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും എന്ത് ചെയ്യണു? ഇത്തരം കെണിയിൽ വലയിൽപ്പെടുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു പ്രകാശമാണ്. ഇനി നിങ്ങളൊന്നുകൂടി ആലോചിക്കും, നമ്മളിപ്പം ഇങ്ങനെ ജീവിക്കുമ്പം കുറേ ആളുകൾ കാണാം എന്ത് ചെയ്യണത്? ഹറാമിൻ്റെ സമ്പത്ത് ഇങ്ങനെ തിന്നണം, ആ ഹറാമിൻ്റെ രൂപത്തിൽ ഇങ്ങനെ സമ്പാദിക്കണം. മറ്റു ചിലർ ഹറാം സമ്പാദിക്കാതെ പോകുന്നു അല്ലേ? മറ്റു ചിലർ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കാൻ പാടില്ലാത്ത ഭാഗത്തേക്ക് ചിലർ നോക്കുന്നു, ചിലർ നോക്കാതിരിക്കുന്നു. പിന്നെ മറ്റൊരാൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നു, പള്ളിയിലേക്കൊക്കെ പോകുന്നു. മറ്റൊരാൾ പള്ളിയിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതം നോക്കുമ്പോൾ ഇവിടുന്ന് റോട്ടിക്കാട് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ഇങ്ങനെ നിലപാട് ഇങ്ങനെ നോക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കും. ഇയാളതൊന്നായിരിക്കും, അയാളതൊന്നായിരിക്കും, മറ്റവൻ്റെ വേറൊന്നായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ, വ്യത്യസ്ത രീതികൾ മനുഷ്യൻ സ്വീകരിക്കാൻ കാരണം എന്താ? യഥാർത്ഥത്തിൽ ഈ നൂറ് ലഭിക്കാതെ പോകുന്നത് കൊണ്ടാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ ഏത് മനുഷ്യന്മാർ പോയാലും അവർക്ക് അള്ളാഹുവിൻ്റെ ആ ഹിദായത്ത്, ആ നൂറ് കിട്ടാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആ പ്രകാശമാകുന്ന ആ വിശ്വാസം കിട്ടിയ ഒരാൾ മഅസിയത്തിനെ സംബന്ധിച്ച് അള്ളാഹിനോട് ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ അത് തെറ്റാണെന്ന് അവൻ അറിയുകയും ആ തെറ്റിൽ നിന്ന് അവൻ അകന്നു നിൽക്കുകയും അങ്ങനെ അകന്നു നിൽക്കുമ്പോൾ അവൻ അത് എന്ത് ചെയ്യും? ദുനിയാവിലും പരലോകത്തിലും നന്മയായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ താൽക്കാലികമായ വിഭവം നോക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മഅസിയത്ത്, ഹറാമായ മുതലോ അങ്ങനെ ഏതെങ്കിലും കാര്യമാവട്ടെ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ മനുഷ്യൻ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു. ഈ മൂർഖം പാമ്പിനെ പിടിച്ചതുപോലെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ചോദ്യമുണ്ട്, അഫലം യസീറു ഫിൽ അർള്, ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുന്നില്ലേ? ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, അവർക്ക് അല്ലാഹു തആല ഹൃദയം നൽകിയില്ലേ? ആ ഹൃദയം കൊണ്ട് അഖില് നൽകിയില്ലേ? ഖുലൂബ് നൽകിയില്ലേ? അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ലേ? ഔ ആദാനുൻ യസ്മഊന ബിഹാ, അല്ലെങ്കിൽ കാതുകൾ നൽകിയില്ലേ? ആ കാതുകൾ കൊണ്ട് അവർ കേൾക്കുന്നില്ലേ? പിന്നെന്താ പറയുന്നത്? എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട് ഫഇന്നഹാ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബ് എന്ന് പറയേണ്ട ആയത്തിൻ്റെ അവസാനത്തിൽ. യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് അന്ധത എന്തിനാ ബാധിക്കുന്നത്? അവരുടെ ഹൃദയങ്ങൾ കാണുന്ന. അപ്പോൾ നമുക്ക് ഈ കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടാൽ പോരാ, മറിച്ച് എന്ത് വേണം? ഹൃദയത്തിനുള്ള പ്രകാശം, ആ നൂറ് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് കിട്ടുള്ളൂ? സന്മാർഗം ലഭിക്കുകയുള്ളൂ എന്നതാണ് ആ ആയത്തും നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ
നമുക്ക് കാണാം, നമ്മളിപ്പോൾ ഒരു റൂട്ടിലൂടെ ശരിയായ റൂട്ടിലൂടെ നടക്കണമെങ്കിൽ എന്തു വേണം? എന്താ വേണ്ടത്? കണ്ണ് കാണണ്ടേ? അല്ലേ? കണ്ണ് കാണണം. കണ്ണ് കണ്ടില്ലെങ്കിലോ റൂട്ട് തെറ്റൂലേ? അപ്പം ശരിയായ പ്രകാശം നൽകേണ്ടതാണ് ഇത് അള്ളാഹുവിൻ്റെ ഈ നൂറ് എന്ന് പറയുന്നത്. ഏതുപോലെ കണ്ണ് കാണുന്ന മനുഷ്യൻ ശരിയായ റൂട്ടിലൂടെ പോവാൻ സാധിക്കുന്നുവെങ്കിൽ അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിന് കൽബിന് നൽകിയിട്ടുള്ള ഈ പ്രകാശം കിട്ടിയാൽ എന്ത് ചെയ്യും? ഈ ദുനിയാവ് ശരിയായ പാന്താവിലൂടെ നടക്കാൻ കഴിയും. ആ പ്രകാശം കിട്ടിയിട്ടില്ലെങ്കിൽ അവനെന്താവും? അന്ധൻ നടക്കുന്നത് പോലെ, കണ്ണുപൊട്ടം നടക്കുന്നത് പോലെ നടക്കേണ്ടി വരും എന്നത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്ന ഹദീസിലൊക്കെ ഇങ്ങനെ ധാരാളം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് കാണാം. ഇസ്ബാഹുൽ വുദൂഹി ശത്രുൽ ഈമാൻ. ശരിക്ക് വുദു ഉണ്ടാക്കി ആ വുദു ഉണ്ടാക്കേണ്ട വിധം പൂർണ്ണമായി അത് ഉണ്ടാക്കിയാൽ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന്. പിന്നെ വൽഹംദുലില്ലാ തംല ഉൽ മീസാൻ. അൽഹംദുലില്ല എന്ന് ശരിക്കൊരു മനുഷ്യൻ പറഞ്ഞാൽ അത് നാളെ അവൻ്റെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ അത് നിറയും എന്നാണ്. വത്തസ്ബീഹു വത്തക്ബീറു യംലഉ സ്സമാവാതി വൽ അർദ്. അല്ലാഹു അക്ബർ എന്നുള്ളതും അതേപോലെ സുബ്ഹാനല്ലാഹ് എന്നുള്ള ആ ദിക്റിൻ്റെ വചനങ്ങൾ ആകാശഭൂമികളെ അല്ലാഹു തആല നിറക്കുന്ന. എന്നിട്ട് പറയാം വസ്സലാത്തു നൂറുൻ. നമസ്കാരം ഒരു പ്രകാശമാണ്. വസ്സകാത്തു ബുർഹാനുൻ. സകാത്ത് ഒരു തെളിവാണ്. വസ്സബ്റു ദിയാഉൻ. ക്ഷമ ഒരു പ്രകാശമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക ഔ അലൈക. വിശുദ്ധ ഖുർആൻ നിനക്ക് അനുകൂലമായുള്ള തെളിവാണ് അല്ലെങ്കിൽ പ്രതികൂലമായുള്ള തെളിവ്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂല് നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ എന്താ? നൂറ് എന്നാ അല്ലേ? ഒരാൾ നമസ്കരിക്കേണ്ട വിധാണ്ട് നമസ്കരിച്ചാൽ ആ പ്രകാശം ഓനാട് കിട്ടിയാൽ ഓനിൽ നിന്ന് യാതൊരു തെറ്റും സംഭവിക്കില്ല. നമ്മളെടുത്തുനിന്ന് സംഭവിക്കും. കാരണം എന്താ? നമ്മളെ നിസ്കാരത്തിനൊക്കെ തകരാറുണ്ട്. ആ പ്രകാശം കിട്ടിയിട്ടല്ല നമ്മൾ നിസ്കരിക്കണത് അല്ലേ? നമ്മളിങ്ങനെ ആളുകൾക്കൊപ്പിച്ചിങ്ങനെ പോവാ, അങ്ങനെയുള്ള നിസ്കാരമല്ല. ശരിക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി, അള്ളാഹുവിനെ മനസ്സിലാക്കിയ വിശ്വാസത്തോടു കൂടി ഒരാൾ നമസ്കരിച്ചാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവന് പ്രകാശം. ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോഴോ സകാത്തിനെ പറ്റി പറഞ്ഞപ്പോഴോ മറ്റ് ആരാധനാകർമ്മങ്ങളെപ്പറ്റി പറഞ്ഞപ്പോഴൊന്നും എന്ത് പറഞ്ഞില്ല? നൂറെന്ന് പറഞ്ഞില്ല. എന്നാ നമസ്കാരത്തേക്കാൾ മറ്റ് കർമ്മങ്ങളൊക്കെ ഇളവുണ്ട്. എപ്പോഴും സക്കാത്ത് കൊടുക്കണോ? എല്ലാവരും കൊടുക്കണോ? വേണ്ട. ഹജ്ജോ എല്ലാവരും ചെയ്യണോ? വേണ്ട. നോമ്പോ എല്ലാവർക്കും നിർബന്ധമുണ്ടോ? ഇല്ല. കഴിയുന്നവർ നോമ്പറ്റാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ രോഗിക്കും അതേപോലെ തന്നെ മുസാഫിറിനും നോമ്പ്. എന്നാ നമസ്കാരോ എല്ലാവരും ചെയ്യണം. ഒരു മുസ്ലിം മെമ്പറാണോ അത് ചെയ്തേ പറ്റൂ. അത് യുദ്ധത്തിൻ്റെ അവസരത്തിൽ പോലും ചെയ്യണം. എന്തേ നമസ്കാരം അവിടെ നിന്നൊന്നും അത് ഒഴിവാക്കാൻ ഒരു ഇളവും അതിന് നൽകാത്തതിനുള്ള കാരണം എന്താ? ഈ പ്രകാശമാണത്. സൂര്യൻ എന്ന് പറയുന്ന പ്രകാശം കെട്ടാൽ പിന്നെ ഇതിലൂടെ ജീവിക്കാൻ കഴിയോ? നടക്കാൻ മാത്രമല്ല സൂര്യപ്രകാശം ആണോ? സൂര്യൻ്റെ പ്രകാശം കൊണ്ട് നമുക്ക് എന്തൊക്കെയുള്ളത്? എന്താ ഉള്ളത്? വെളിച്ചം കിട്ടണ മാത്രം. ഒന്നാമത് ഭൂമിയിൽ പിന്നെ ജീവിതം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ജന്തുവും ജീവിക്കൂല. ഒക്കെ മരിച്ചു ചത്തുപോയിട്ടുണ്ടാവും അല്ലേ? അപ്പം ഭൂമിയിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ എന്തു വേണം? പ്രകാശം വേണം. നൂറ് വേണം. സൂര്യൻ്റെ എങ്ങനെയാണത്? ഭൂമി 71% എന്തുകൊണ്ട് ചുറ്റപ്പെട്ടതാണ്? വെള്ളമാണ്. ഈ വെള്ളം നീരാവിയായി പോകണമെങ്കിൽ എന്തു വേണം? ചൂട് വേണം. സൂര്യൻ്റെ പ്രകാശം വേണം. ആ ചൂടാകുമ്പോൾ നീരാവിയായിട്ട് പോണത്. ആ നീരാവിയായിട്ട് പോയിട്ട് ഒരു പ്രത്യേകം പിന്നെന്താ ഇതിലെത്തുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഘനീഭവിച്ച് മേഘമായി മാറുന്നത്. ആ നീരാവികളൊക്കെ ഘനീഭവിച്ച് മേഘമായി മാറും. ആ മേഘത്തിൽ നിന്നാണ് ആര് മഴ വർഷിപ്പിക്കുന്നത്. എന്തിനാ അങ്ങനെ ഒരു ചാക്രികത അള്ളാഹു തആല ഇവിടെ ഉണ്ടാക്കി വെച്ചത്? ഈ ചാക്രികതൻ്റെ പിന്നിൽ എന്താ അപ്പം നമുക്ക് പോയിട്ട് ആ കടലിൽ നിന്നിട്ട് മുക്കി കുടിച്ചാൽ പോരെ? എന്തിനാ അപ്പം അള്ളാഹു മേലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ താഴോട്ട് ഇട്ടുണ്ട്? എന്തിനാ? അതിനേക്കാൾ അപ്പുറം കടലിലെ വെള്ളം, സമുദ്രത്തിലെ വെള്ളം എന്താ? ഉപ്പാണ്. അത് കുടിക്കാൻ കഴിയുമോ? ഇല്ല. ഈ ഉപ്പ് വെള്ളം
നീരാവിയായി പൊന്തി ഇങ്ങോട്ട് താഴോട്ട് മഴ വർഷിക്കുന്ന വെള്ളം ഉപ്പ അല്ല അല്ലേ? അപ്പം ശുദ്ധീകരിച്ചു കൊണ്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്യണത്? യഥാർത്ഥ കുടിക്കാൻ പറ്റുന്ന ശുദ്ധീകരണം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ആ ഭൂമിയിലെത്തുമ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ കുറേ ലവണങ്ങളും മാദിനുകളും ഒക്കെ ചേരുമ്പോഴാണ് അത് ശുദ്ധവെള്ളമായിട്ട് മാറുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇങ്ങനെ ഒരു സംവിധാനം, ഈ ഒരു ചാക്രികത അള്ളാഹു സുബ്ഹാനഹു വ തആല അതിവിടെ ഉണ്ടാവാൻ നിശ്ചയിച്ചത് ആരെയാണ്? ആരുടെ പങ്ക് വേണം? സൂര്യൻ്റെ പങ്ക് വേണം. ആ പ്രകാശത്തിൻ്റെ ആ നൂറ് വേണം. അല്ലെങ്കിൽ അപ്പം വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദിവസം ജീവിക്കും ഇവിടെ? എത്ര? ഒരാഴ്ചയാണ് ഇവർ പറയുന്നത്. വെള്ളം ഇല്ലെങ്കിലോ? ഭക്ഷണം കുബുസ് ഭക്ഷണം അല്ല അല്ലേ? ഭക്ഷണത്തിന് അപ്പുറം. ഓക്കെ. പിന്നെ വെള്ളം ഇല്ലെങ്കിലോ? മാക്സിമം പോയ എപ്പോഴത്തെ കാലത്തൊക്കെ 2 ദിവസം നിൽക്കുന്നു. ഒരു പറയുന്നത് 4 ദിവസമൊക്കെയാണ് അള്ളാഹു ആലം. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ 1-2 ദിവസമൊക്കെ നമ്മൾ നിൽക്കും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ അനുഗ്രഹം അള്ളാഹു തന്നു. ഇതിനൊക്കെ എന്ത് വേണം? ഒക്കെ സൂര്യപ്രകാശം വേണം. എന്തിനാ ഇപ്പം ഞാൻ പറഞ്ഞത്? നമുക്ക് ഭൂമിയിൽ നടന്നു നീങ്ങാൻ മാത്രമല്ല, ചലിക്കാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിനും എന്ത് വേണം? സൂര്യപ്രകാശം ആവശ്യമായതുപോലെ മനുഷ്യൻ്റെ മനസ്സിന് പിന്നെ ആത്മാവിന് കിട്ടേണ്ട ഒരു പ്രകാശമാണിത്, സത്യവിശ്വാസം എന്നുള്ള ആ പ്രകാശം. അത് കിട്ടിയില്ലെങ്കിൽ എന്താ? ഓനിങ്ങനെ പിന്നെ ലൈൻ പോയതുപോലെ ഇങ്ങനെ നടക്കും. ലൈൻ പോയാൽ എന്താ ഉണ്ടാവുക? ലൈൻ പോയാൽ എന്താ ഉണ്ടാവുക? അങ്ങ് കറങ്ങും അല്ലേ? ഇതേപോലെ ആയിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ഒരു ഭ്രാന്ത് പിടിച്ച മാനസികാവസ്ഥ ഉണ്ടാവുന്ന. അപ്പം അള്ളാഹു നമുക്ക് ഇവിടെ ഭക്ഷണവും അതേപോലെ ഇത് മാത്രം പോരാ, ആത്മീയമായ ഒരു ഭക്ഷണം വേണം. അതാണ് അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി ആ പ്രകാശം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കും? ഇപ്പം നമ്മൾ തമ്മിലൊരു ബന്ധമല്ലേ അല്ലേ? ഇയാളെൻ്റെ റൂംമേറ്റാണ്, ഇയാളെൻ്റെ അളിയനാണ്, ഇയാളെൻ്റെ അയൽവാസിയാണ്, ഇയാളെൻ്റെ ഭാര്യയാണ്, അവളെൻ്റെ ഭാര്യയാണ് അല്ലേ? ഇതിൻ്റെ ഭർത്താവാണ്, അതിൻ്റെ വാപ്പയാണ്. ഇങ്ങനെ ഒരു ബന്ധങ്ങളില്ലേ അല്ലേ? അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയിൽപ്പെട്ട മെമ്പറാണ്, അല്ലെങ്കിൽ നമ്മളെ പരിപാടിക്ക് വരുന്നതാണ്, ഖുർആൻ ക്ലാസ്സിന് വരുന്നതാണ്, അയാളെ നമ്മൾ സഹായിക്കണം. ഇങ്ങനെ ഒരുപാട് അലാക്കാത്തുകളുണ്ടാവും. ഈ അലാക്കാത്തുകളൊക്കെ ആ കെട്ട് പെട്ടെന്നടയും. എന്തില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ മനസ്സിന് ലഭിക്കേണ്ട ആത്മീയമായ ഭക്ഷണമാകുന്ന ഈ നൂറ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഈ നൂറാണ് യഥാർത്ഥത്തിൽ ഈ ബന്ധത്തെ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുണ്ടാവും? ചെറിയ നിസാര കാരണം കൊണ്ട് ഭാര്യനെ അടുത്ത തലാക്കലിനാണ്. നിങ്ങൾ കണ്ടില്ല? അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ പേരിൽ എന്താവും? ഇന്നലെ കഴിഞ്ഞ വിവാഹം ഇന്ന് എൻ്റെ തലാക്കിൽ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ പ്രകാശം ലഭിക്കാത്തത് കൊണ്ടാണ് അല്ലേ? ആ കുടുംബജീവിതത്തിൽ എന്തായാലും എന്തിനാ ഇപ്പോൾ വാപ്പനാട് കൊല്ലുന്നത്? ഈ പ്രകാശം കിട്ടാത്തത് കൊണ്ടാണ്. എന്തിനാ ഉമ്മനെ അടിച്ചു കൊല്ലുന്നത്? വാപ്പ മക്കളെ കൊല്ലുന്നത് എന്തിനാ? ഇതൊക്കെ ഈ പ്രകാശം ലഭിക്കാത്തത്. അപ്പം നമ്മുടെ തമ്മിലുള്ള ബന്ധങ്ങൾ കൂട്ടിയിണക്കാനും എന്തു വേണം? ഈ പ്രകാശം കിട്ടണം. അള്ളാഹുവിൽ നിന്നുള്ള ഈ പ്രകാശം അഥവാ ആ സത്യവിശ്വാസമാകുന്ന ആ പ്രകാശം കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? ബന്ധങ്ങളൊക്കെ നിലച്ചു പോകും എന്നുള്ളതാണ്. ഒക്കെ പൊട്ടിപ്പോകും എന്നുള്ള സമയം നമ്മൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യമുണ്ട്, അടുത്ത ക്ലാസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.